ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ചമ്മന്തി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനും പിന്നെ നമുക്ക് കപ്പയുടെ കൂടെ കഴിക്കാനും കഞ്ഞിക്ക് കൂടെ കഴിക്കാനും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ചമ്മന്തി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനാവശ്യമായ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, ചെറിയുള്ളി, ഒരു 3-4 ചുവന്നമുളക്, ഉണക്കമുളക് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില, വാളംപുളി കുരുവില്ലാതെ കുറച്ച് വേണം. ഇത്ര സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം ഓണാക്കിയിട്ടൊന്ന് ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വറുത്തെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ. അപ്പോൾ ഇതൊരു വെറൈറ്റി ചമ്മന്തി കേട്ടോ. അതെല്ലാവരും ഉണ്ടാക്കി നോക്കണേ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് മുളക് ഒന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളെ മുളകൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇനി ബാക്കി എല്ലാ കൂട്ടുകളും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇത് നല്ല കളർ മാറി വരുന്ന വരെ നമുക്കിത് വറുത്തെടുക്കണം കേട്ടോ. നമ്മുടെ തേങ്ങ മൂത്ത് വരുന്നുണ്ട്. കുറച്ച് നല്ല കളറായി വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായി വരണം കേട്ടോ. നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ തേങ്ങയും മുളകും എല്ലാ സാധനങ്ങളും എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മിക്സിയിലേക്ക് ഇട്ടെടുത്ത് നമ്മളെ ചമ്മന്തി ഒന്ന് അരച്ചെടുക്കാം. അതിലാവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ വറുത്ത് മൂപ്പിച്ചെടുത്ത് പൊടിച്ചെടുത്ത ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണേ. നമുക്കിത് ചോറിൻ്റെ കൂടെ ഇട്ടിട്ടൊന്ന് കുറച്ച് കഴിച്ചു നോക്കാം. അപ്പം നമ്മൾ ചമ്മന്തി സൂപ്പർ ടേസ്റ്റ് ആട്ടോ ചോറും കൂട്ടി കഴിക്കാൻ. അപ്പം നമുക്കിത് കപ്പേൻ്റെ കൂടെയും കഴിക്കാം. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുതേ. അപ്പോൾ ഞാൻ ഇതുപോലുള്ള പുതിയ പുതിയ റെസിപ്പികളുമായി വീണ്ടും വരാം. അപ്പം എൻ്റെ വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ. എല്ലാ വീഡിയോസും എല്ലാവരും കാണേ, സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഇനി ഞാൻ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബായ്.